നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടയറൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് എന്തായി നമുക്ക് കുറച്ച് കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ടയർ വാങ്ങിച്ചതിന് ശേഷമുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫിറ്റ് ചെയ്യുന്നതായിരുന്നു. നമ്മൾ മേടിച്ച ഷോപ്പിൽ നിന്നുള്ള ആൾക്കാർ എന്നാണ് പറഞ്ഞത്, നേരെ കള്ളിക്കാട് ശാസ്ത്ര ഷോപ്പിൽ വന്നാൽ മതിയെന്ന്. വണ്ടിയിൽ ടയർ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീലിന് സ്ക്രാച്ചസ് വരുന്നത്. പക്ഷേ ഈ ഷോപ്പിൽ കറക്റ്റായിട്ട് തന്നെയാണ് മെഷീൻ്റെ ഹെൽപ്പോടുകൂടി ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പഴയത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് തിരിച്ച് റീഫിക്സ് ചെയ്ത് തന്നെ. ഈ പുള്ളിക്കാരൻ്റെ പേര് പ്രദീപാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഷോപ്പിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഈ കള്ളിക്കാട് നെയ്യാർ ഡാം ആ ഏരിയയിൽ സെക്കൻഡ്സ് ടയറിൻ്റെ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം പുള്ളിക്ക് ഭയങ്കരമായിട്ട് വർക്കും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ബാക്കും ഫ്രണ്ടും മേടിച്ചായിരുന്നു. പക്ഷെ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കാരണം കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ബൈക്കിന് സെൻറ്റർ സ്റ്റാൻഡ് പോലും ഇല്ല. പക്ഷേ നമ്മൾ ആ കാര്യത്തിലൊന്നും വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പുള്ളി നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. യൂസ്ഡ് ടയർ അല്ലെങ്കിൽ ട്രാക്ക് ടയറൊക്കെ മേടിക്കുമ്പോഴുള്ള നമുക്കൊരു ഡൗട്ടാണ്, പിന്നീട് അത് എന്തെങ്കിലും ഇഷ്യൂ വരുമോ അല്ലെങ്കിൽ എയർ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന്. പക്ഷേ പുള്ളി കറക്റ്റായിട്ട് തന്നെ എല്ലാം നോക്കി ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് തന്നതിന് ശേഷമാണ് തിരിച്ച് റീഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പഴയ ടയറിൻ്റെ അവസ്ഥ ഇതാണ്. ഏകദേശം മുട്ടയായി. ഇനി കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ നൂല് കാണാമായിരുന്നു. പുതിയ ടയർ മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഏരിയയിൽ നിന്ന് യൂസ്ഡ് ടയർ മേടിക്കുന്ന ആൾക്കാർ എന്തായാലും ഈ ഷോപ്പ് മറക്കണ്ട. നമ്മൾ മേടിച്ച ടയർ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടയർ മാറിയിട്ട് ഏകദേശം ഒരു 200 കിലോമീറ്ററിന് ഞാൻ ഓടിക്കാണും. എനിക്ക് വേറെ ബുദ്ധിമുട്ടോ മോശമായിട്ടോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു.